അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫീസ് ഡേ ആണ്. ഞാനപ്പോൾ ഇന്നലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചു. ബാഗൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ വീക്ക്ലി വൺസാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. ബാക്കി ദിവസങ്ങൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ രാവിലെ അങ്ങനെ കുക്കിംഗ് ഒന്നുമില്ല വീക്ക് ഡേയ്സ്. രാത്രി തന്നെ എല്ലാം കുക്കൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ ജസ്റ്റ് റെഡിയായി പോയാൽ മതി. എനിക്കൊരു 2 hours കമ്മ്യൂട്ടുണ്ട് ഓൾമോസ്റ്റ്. വർക്ക് ചെയ്യുന്നത് ലണ്ടനിലാണ്. ഞാനൊരു റീറ്റെയിൽ കമ്പനിയിൽ IT ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് സ്ലോ ആണ്. കാരണം പണ്ട് ഞാൻ കുറച്ചും കൂടെ റഷിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു, എസ്പെഷ്യലി രാവിലെകളിൽ. പക്ഷേ ഇപ്പം ഞാൻ കുറേ പ്രിപ്പറേഷൻസ് നേരത്തെ ചെയ്യും. കാരണം നമ്മൾ വൺസ് ജോലിക്ക് കയറി കഴിയുമ്പം നമുക്ക് കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ വേണമെങ്കിൽ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത് കാര്യമായിട്ട് സ്ലോ ആയിട്ട് പോകാനാണ് എനിക്കിഷ്ടം. ഡേയ്സും എന്നെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും. അവിടുന്ന് ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തിട്ടാണ് പോകുന്നത്. എൻ്റെ ഓഫീസ് ലണ്ടനിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ ഓഫീസ് വരെ ഓൾമോസ്റ്റ് 2 hours ഉണ്ട്. പക്ഷേ വീക്ക്ലി വൺസാണ് ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. ബാക്കി ദിവസങ്ങൾ വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കമ്മ്യൂട്ട് ടൈം പോകും. ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നും എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ടു ഡു ലിസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ വീക്ക്ലി എനിക്കൊരു പ്ലാൻ ഉണ്ടാവും. പിന്നെ ഡെയിലി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രയോറിറ്റി എന്താണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്താൽ നമുക്ക് അധികം സ്ട്രെസ് ഇല്ലാതെ നമ്മുടെ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ടൈം ബ്ലോക്കിംഗ്. കാരണം IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഒരുപാട് മീറ്റിങ്സ് ഉണ്ടാവും നമുക്ക്. നമ്മൾ അജൈൽ ടീംസൊക്കെ ആണെങ്കിൽ കുറേ മീറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ ഇന്ന് ഓഫീസിൽ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് 5 മണിയായപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ശരിക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല സൺലൈറ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്പ്രിംഗ് ആണല്ലോ. നമുക്ക് ഇവിടെ വിൻ്റർ ആകുമ്പോഴത്തേനും വൈകിട്ട് ഇറങ്ങുമ്പം തന്നെ ഒരു 4 മണിക്ക് ഇവിടെ ഭയങ്കര ഡാർക്കായിരിക്കും. എന്തായാലും ഞാനിപ്പോൾ ഇറങ്ങി, ഞാനിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞാൻ സെൻട്രൽ ലണ്ടൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നല്ല ഒരു ഇവൻറ്റ്സും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. എനിക്ക് ഡേയ്സിനൊരു ബർത്ത്ഡേ കാർഡ് വാങ്ങിക്കണം. ഞാനും ഡേയ്സും മിക്കപ്പോഴും എവിടെ പോയാലും ഒരുമിച്ചായതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാർഡ് വാങ്ങിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്തു ഇത് വാങ്ങിച്ചിട്ട് പോകാമെന്ന്. ഡേയ്സിൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. അങ്ങനെ ഫൈനലി ഞാനൊരു കാർഡൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ ഡേയ്സുണ്ട്. ഞാൻ ലാസ്റ്റ് ഇയറൊക്കെ പേഴ്സണലൈസ്ഡ് കാർഡാണ് കൊടുത്തത്. അപ്പോൾ ഇത്തവണ ഒരു നോർമൽ കാർഡാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ട്രെയിൻ എടുക്കാൻ പോവാണ്. പിന്നെ എന്നോട് വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി ചോദിക്കുന്നവരുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഇവിടെ UK ജോബ് കിട്ടിയെന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് IT ജോബ് കിട്ടിയെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ പറയാം. വർക്ക് ലൈഫ് ബാലൻസ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതും ഇതും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു 9 to 5 എന്ന് പറഞ്ഞാൽ 9 to 5 മാത്രം വർക്ക് ചെയ്താൽ മതി. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസിലൊരു റെസ്പെക്റ്റ്, ഏത് ജോലി ചെയ്താലും ഇവിടെ നമുക്ക് ഈക്വലി ഒരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ എൻ്റെ വർക്കിൽ ഹാപ്പിയാണ്. വർക്കും നമ്മുടെ അല്ലാത്ത ലൈഫും മൊത്തത്തിൽ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റേഷനടുത്തായിട്ട് ഇങ്ങനത്തെ ഒരു ഷോ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഷോർട്സ് എടുത്തതാണ്.
സെൻട്രൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും, ഇവൻറ്റ്ഫുള്ളാണ് ഭയങ്കര. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പാക്കിംഗ് ഓൾറെഡി ചെയ്തു. ഇനിയിപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു ഡ്രീം ട്രിപ്പ് പോവുകയാണ്. 2 വർഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പാട്ടോ. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എന്തായാലും ഇത്തവണ ഡേയ്സിൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വക ഒരു കുട്ടി ഗിഫ്റ്റാണ് ഈ ഒരു ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിരിക്കും കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ബർത്ത്ഡേ കാർഡ് ഡേയ്സു കാണാതെ എൻ്റെ ബാഗിൽ വെക്കുകയാണ്. കാരണം എനിക്കിത് ബർത്ത്ഡേയുടെ അന്ന് കൊടുക്കണം. ഡേയ്സിനുള്ള ഗിഫ്റ്റ് ഓൾറെഡി നമ്മൾ വെച്ചായിരുന്നു, പക്ഷേ കാർഡെങ്കിലും എനിക്ക് സർപ്രൈസായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തു. അപ്പം നമ്മളെപ്പോൾ ട്രിപ്പ് പോയാലും നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഭയങ്കര ടൈഡിയപ്പ് ആക്കി വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് പിന്നിലാക്കിയിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ കോക്കിൻ്റെ ഒരു മൂവി റിവ്യൂ ഒക്കെ കണ്ടു. പിന്നെ നമ്മളിതേ കുറച്ച് ദിവസം കൂടി ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ ചെടികളൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ദിവസം, അപ്പം പ്ലാന്റ്സ് ഒന്നും ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചു. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ട്രിപ്പിന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ വഴിയെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. Till then, bye bye.